പ്രിയമുള്ള ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ KP കുഞ്ഞികൃഷ്ണൻ, പ്രസിഡന്റ്, യുവജന ഗ്രന്ഥാലയം, കേരളം. പാവങ്ങളുടെ പടത്തലവൻ സഖാവ് AKG നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 49 വർഷം തികയുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിനെ രണ്ടായി തിരിച്ച് പരിശോധിക്കുമ്പോൾ 1950 മുമ്പുള്ള കാലത്തെ ജനജീവിതവും അതിന് ശേഷമുള്ള കാലത്തെ ജനജീവിതവും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുള്ളതായി കാണാം. വിദേശികളുടെ ഭരണത്തിന് കീഴിൽ രാജ്യമാകെ വീർപ്പുമുട്ടുമ്പോൾ നാട്ടുരാജാക്കന്മാരും ജന്മി നാടുവാഴികളും നടത്തുന്ന സ്വേച്ഛാധിപത്യ ഭരണവും അധസ്ഥിത വർഗത്തിൻ്റെ മേലുള്ള ജാതിപരമായ വിവേചനവും ക്രൂരതകളും ഭൂരിഭാഗം ജനങ്ങളെയും അടിമത്തത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയിരുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നിന്നും ആ വിഭാഗത്തെ സ്വാതന്ത്ര്യത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും പുതിയ അവബോധങ്ങളുടെയും കാലത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതിൽ EMS, കൃഷ്ണപിള്ള, AKG തുടങ്ങിയ നിസ്വാർത്ഥരും കർമ്മധീരരുമായ ജനനേതാക്കന്മാർക്കുള്ള പങ്ക് വളരെ നിർണായകമായിരുന്നു. നിർഭാഗ്യവശാൽ പുതു തലമുറ എന്നല്ല പല ചരിത്രകാരന്മാരും മാധ്യമങ്ങൾ പോലും ഈ കാര്യം വിസ്മരിക്കുകയാണ്. ജീവിതം തന്നെ നാടിനും കഷ്ടത അനുഭവിക്കുന്നവർക്കും വേണ്ടി സമർപ്പിച്ച് കൊടിയ മർദ്ദനങ്ങളും ജയിൽ ജീവിതങ്ങളും ഒളിവാസങ്ങളും ദുരിതങ്ങളും സ്വയം ഏറ്റുവാങ്ങി പുതിയൊരു നാടിനെ നമുക്ക് സമ്മാനിച്ച് കടന്നുപോയ വിപ്ലവ നേതാക്കളിൽ പ്രധാനിയാണ് സഖാവ് AKG. പഴയ ചിറക്കൽ താലൂക്കിൽപ്പെട്ട മാവിലായിയിലെ മക്രേരി ഗ്രാമത്തിൽ ആയില്യത്ത് കുറ്റേരി എന്ന പേരുകേട്ട തറവാട്ടിൽ വെള്ളുവ കണ്ണോത്ത് രഘുനമ്പ്യാരുടെയും മാധവമ്മയുടെയും മകനായി 1902 ജൂലൈ മാസത്തിലാണ് AKG ജനിച്ചത്. പഠിക്കുന്ന കാലത്തു തന്നെ ഒരു ബഹുജന നേതാവിൻ്റെ ചൈതന്യം അദ്ദേഹത്തിൽ പ്രസരിച്ചിരുന്നു. 6 മാസം ജയിൽ കിടന്നാൽ പിന്നെ 2 ദിവസം എൻ്റെ കൂടെ നിന്ന് വീണ്ടും ജയിൽ പോയിക്കോട്ടെ എന്ന് പറയുമായിരുന്നു അമ്മ. AKGയുടെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ എപ്പോഴും താങ്ങും തണലുമായിരുന്നു അമ്മ. വിദ്യാഭ്യാസാനന്തരം അധ്യാപകനായി ജീവിതം ആരംഭിച്ചു. 7 വർഷം അധ്യാപകനായി ജോലി ചെയ്തു. അധ്യാപകനായിരിക്കുമ്പോൾ നിശാപാഠശാലകൾ നടത്തുക, വായനശാലകൾ ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. AKGക്ക് ചെറുപ്പത്തിൽ തന്നെ ജാതി വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പഠിക്കാനായി തലശ്ശേരിയിലെത്തുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടിരുന്നു. ആ കാലത്തെ തലശ്ശേരിയിലെ പ്രമുഖ കോൺഗ്രസ്സുകാരായിരുന്നു മൊയാരത്ത് ശങ്കരനും LS പ്രഭുവും. 1929 കോൺഗ്രസ് പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രമേയം പാസാക്കിയത്. 1928 മുതൽ വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഖാദി പ്രചരണവും ആരംഭിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് മഹാത്മാഗാന്ധി തൻ്റെ പ്രസിദ്ധമായ ദണ്ഡി യാത്ര തുടങ്ങിയത്. 1930 മാർച്ച് 12 ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത്. സബർമതി മുതൽ ദണ്ഡി കടപ്പുറം വരെ നികുതി നൽകാതെ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് യാത്ര സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ഭാഗമായി കേളപ്പൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നിന്നും ഒരു ജാഥ പയ്യന്നൂരിലേക്ക് തിരിച്ചു. ചൊവ്വയിൽ സ്വീകരണം നൽകിയത് AKGയുടെ നേതൃത്വത്തിലായിരുന്നു. കേളപ്പൻ്റെ പ്രസംഗം AKGയുടെ ഉള്ളിൽ തട്ടി. ഇത് AKGയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി. അദ്ദേഹം ജോലി രാജിവെച്ചു. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ട് പോയി ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായി ജയിലിൽ അടക്കപ്പെട്ടു. നിയമം ലംഘിച്ചതിന് കോടതി 6 മാസത്തേക്ക് ശിക്ഷിച്ചു. ആദ്യം കണ്ണൂർ ജയിലിൽ, തുടർന്ന് വെല്ലൂർ ജയിലിലേക്ക് മാറ്റി. ഈ അവസരത്തിൽ ആന്ധ്ര, തമിഴ്നാട്, കേരളം എന്നീ പ്രദേശങ്ങളിലെ പ്രമുഖ നേതാക്കളുമായി ജയിലിൽ വെച്ച് പരിചയപ്പെട്ടു. തടവിൽ കേളപ്പനുമുണ്ടായിരുന്നു. AKG പറയുന്നു, ജയിലിലുണ്ടായിരുന്ന നേതാക്കളിൽ എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയ വ്യക്തി കേളപ്പനായിരുന്നു എന്ന്. കേരള ഗാന്ധി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തു വന്ന ഉടനെ നിയമലംഘന സമരം വീണ്ടും തുടർന്നു. കള്ളുഷാപ്പ് പിക്കറ്റിംഗ്, വിദേശ വസ്ത്ര ബഹിഷ്കരണം തുടങ്ങിയ സമരങ്ങളിൽ പങ്കെടുത്തു. ജീവിതകഥയിൽ AKG രേഖപ്പെടുത്തി, മാറിയുടുക്കാൻ വസ്ത്രങ്ങളില്ലാത്തതിനാൽ ഞാൻ 10-15 ദിവസം ഒരേ വസ്ത്രം ധരിച്ച് കഷ്ടപ്പാടുകൾ അറിയാത്തവർ ഇവർ വൃത്തികെട്ടവരാണെന്ന് കുറ്റപ്പെടുത്തി. അടുത്തു വന്നാൽ നാറും. അന്നത്തെ നേതാക്കളിൽ പലരുടെയും സ്ഥിതി ഇതായിരുന്നു. വർഗവഞ്ചകന്മാരായവർക്ക് ഇതൊന്നും അറിയില്ല. AKG ജനങ്ങളെ ആകർഷിച്ചു. ജനങ്ങളെ പഠിച്ചും പഠിപ്പിച്ചും ഒരു നേതാവായി വളർന്നു. AKGയെ പറ്റി വിഷ്ണുഭാരതിയും പറഞ്ഞു, മദ്യഷാപ്പ് പിക്കറ്റിംഗ് കാലത്ത് ഒരു നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ മദ്യപാനത്തിനെതിരായി പ്രസംഗിക്കുന്നത് കേട്ടു. ചില പാട്ടുകൾ പാടിക്കൊണ്ടാണ് പ്രസംഗം. കേൾക്കാൻ നല്ല കൗതുകം തോന്നി. അന്നാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. 1901 മെയ്യിൽ വടകരയിൽ ചേർന്ന KPCCയുടെ സമ്മേളനം ഒരു പ്രമേയം അംഗീകരിച്ചു. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണം.
1931 ഓഗസ്റ്റ് 21 KPCCയുടെ കോഴിക്കോട്ട് ചേർന്ന യോഗത്തിൽ നവംബർ 1 ഗുരുവായൂർ ക്ഷേത്ര സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചു. ജനപിന്തുണ നേടുന്നതിന് വ്യാപകമായ പ്രചരണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കണ്ണൂരിൽ നിന്നും പഴയങ്ങാടി വഴി വടക്കോട്ട് പോയ ഹരിജൻ ജാഥ 1931 ഒക്ടോബർ 4 കണ്ടോത്തെത്തി. AKG ലീഡർ, ഉപലീഡർ കേരളീയൻ. ജാഥാംഗങ്ങൾ സവർണരും ഉണ്ടായിരുന്നു. കണ്ടോത്ത് ശ്രീകൂർമ്പാക്കാവിന് സമീപം ജാഥ തടയപ്പെട്ടു. വൃദ്ധരും ചെറുപ്പക്കാരും സ്ത്രീകളും അടങ്ങുന്ന ഒരു വലിയ ജനക്കൂട്ടം ഓടിവന്ന് ജാഥാംഗങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു. സ്ത്രീകൾ വലിയ ഉലക്കയുമായാണ് വന്നത്. അനേകം പേർക്ക് പരിക്കേറ്റു. AKGയും കേരളീയനും ബോധം കെട്ടു വീണു. AKGയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ ശാരീരിക ആക്രമണം. അതിനുശേഷം എത്രയോ തവണ ശാരീരിക ആക്രമണത്തിന് AKG ഇരയായിട്ടുണ്ട്. ഈ സംഭവം ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നല്ല പ്രചരണമാണ് ലഭിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹ വളണ്ടിയർമാർ ഒക്ടോബർ 21 T. സുബ്രഹ്മണ്യ തിരുമമ്പിൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിലേക്ക് നീങ്ങി. വഴിനീള സ്വീകരണങ്ങൾ, പ്രകടനങ്ങൾ, പൊതുയോഗങ്ങൾ. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം പുലർച്ചെ 3 മണിക്ക് കിഴക്കേ ഗോപുരനടയിൽ ആരംഭിച്ചു. കേളപ്പജി, AKG, P. കൃഷ്ണപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. സമരത്തിനിടയിൽ 1932 ജനുവരി 4 AKGയെ അറസ്റ്റ് ചെയ്തു. 6 മാസത്തേക്ക് ശിക്ഷിച്ച് കണ്ണൂർ ജയിലിലടച്ചു. ജയിൽ മോചിതനായ AKG വീണ്ടും സമരരംഗത്തെത്തി. അണികളെ സജീവമാക്കാൻ സഖാവ് കൃഷ്ണപിള്ള സോപാനത്തിൽ കയറി ഈ ഘട്ടത്തിൽ മണിയടിച്ചു. അമ്പലക്കാവൽക്കാരായ നായന്മാർ AKGയെ ക്രൂരമായി മർദ്ദിച്ചു. സഖാവ് P. കൃഷ്ണപിള്ളയും ക്രൂരമായി മർദ്ദിച്ചു. അപ്പോഴാണ് സഖാവ് കൃഷ്ണപിള്ള പറഞ്ഞത്, ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്ക നായർ പുറത്തടിക്കും എന്ന്. 1932 ഡിസംബർ 28 AKGക്കും ക്രൂരമായ മർദ്ദനമേറ്റു. സത്യാഗ്രഹികളുടെ മനോവീര്യം തകർക്കാൻ ക്ഷേത്ര ഭാരവാഹികൾ പലരും ശ്രമം നടത്തി. AKG സത്യാഗ്രഹം കിടക്കുമ്പോൾ ക്ഷേത്രക്കാർ വലിയ കൊമ്പനാനയെ അഴിച്ചുവിട്ടു. ആന യാതൊരു നിയന്ത്രണവും കൂടാതെ AKGയുടെ അടുത്തെത്തി. ജനങ്ങൾ ഭയന്ന് വിറച്ചു. ആ ആനയെ മാറ്റി നിർത്താൻ ആനക്കാരോടും AKGയെ മാറ്റി നിർത്താൻ സത്യാഗ്രഹികളോടും നാട്ടുകാർ അഭ്യർത്ഥിച്ചു. ആരും ചെവിക്കൊണ്ടില്ല. ആന AKGയെ തൊടാതെ കടന്നുപോയി. ഈ സംഭവം ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ പ്രധാന സംഭവമാണ്. ഇതെല്ലാം നടന്നിട്ടും അധികാരികൾ അനങ്ങിയിൽ. ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. സത്യാഗ്രഹം കേരളത്തിലും ഭാരതത്തിലും ചർച്ചയായി. കേളപ്പന്റെ ജീവൻ രക്ഷിക്കുക എന്ന ആവശ്യം നാടാകെ ഉയർന്നു. ഉപവാസം 10ാം ദിവസത്തിലേക്ക് കടന്നു. വിവരമറിഞ്ഞ ഗാന്ധിജി ഇടപെട്ടു. നിരാഹാരം തൽക്കാലം നിർത്തിവെക്കണമെന്നും ഭാവി പരിപാടികളുടെ ഉത്തരവാദിത്വം ഗാന്ധിജി ഏറ്റെടുത്തു എന്ന് കമ്പി സന്ദേശത്തിലൂടെ സത്യാഗ്രഹികളെ മഹാത്മാഗാന്ധി അറിയിച്ചു. ഈ ഉപദേശം മാനിച്ച് AKGയും കേളപ്പനും നിരാഹാരം അവസാനിപ്പിച്ചു. തുടർന്ന് ക്ഷേത്ര പ്രവേശനം നിയമം മൂലം അംഗീകരിക്കപ്പെടുകയാണുണ്ടായത്. AKGയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് തൊഴിലാളി യൂണിയൻ എന്ന സംഘടന രൂപീകരിച്ചു. 35 മെയ് മാസത്തെ തൊഴിലാളി നേതാക്കളുടെ യോഗം കൂടി കോഴിക്കോട്ട് നടന്നു. കേരളാടിസ്ഥാനത്തിൽ സംഘടന രൂപീകരിച്ചു. കൃഷ്ണപിള്ളയായിരുന്നു സെക്രട്ടറി. ഈ കാലത്ത് കൃഷിക്കാരൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു. കൂലിയില്ലാതെ പണിയെടുക്കണം, ജന്മിയുടെ കന്നുകാലികളെ കൂലിയില്ലാതെ നോക്കണം, തലകുനിച്ചുകൊണ്ട് വഴിമാറണം, മുട്ടിനു താഴെ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, ശരീരം വണ്ണം വെക്കാൻ പാടില്ല, അവരുടെ സ്ത്രീകൾ സുന്ദരികളാകരുത്, അക്ഷരം പഠിക്കാൻ പാടില്ല, കർഷകൻ്റെ അടുത്ത് വരികയോ ശരീരത്തെ സ്പർശിക്കുകയോ ശരീരത്തെ സ്പർശിക്കുകയോ ചെയ്യരുത്. AKG ഇതെല്ലാം മനസ്സിലാക്കി. ഈ ഘട്ടത്തിൽ AKGക്ക് അടിയന്തരമായി പയ്യന്നൂരിലെത്തണമെന്ന് സുബ്രഹ്മണ്യ ഷാണായിയുടെ കത്ത് ലഭിച്ചു. AKG പയ്യന്നൂരിലേക്ക് കുതിച്ചു. കിടാരൻ ചന്തു എന്ന സാധു കർഷകനെ മണിപ്പുഴയിലത്തെ നമ്പൂതിരി കുടിയൊഴിപ്പിച്ചതാണ് പ്രശ്നം. ചെറ്റക്കുടിൽ പൊളിച്ച് എല്ലാം നശിപ്പിച്ചിരിക്കുന്നു. കാഴ്ചകൾ കണ്ട് AKG വേദനിച്ചു. ജന്മിക്ക് സംരക്ഷണം നൽകാൻ പോലീസ്. അവിടെ AKG ഒരു പ്രസംഗം നടത്തി. ആളുകൾ ചുറ്റും കൂടി. അവർക്ക് ജന്മിയെയും പോലീസിനെയും ഭയമാണ്. ചന്തുവിനെ സഹായിക്കാൻ ആർക്കും ധൈര്യമില്ല. ജന്മിമാർക്ക് പാദസേവ ചെയ്യുന്ന പോലീസിനെ കണക്കിനേറെ AKG കളിയാക്കി. സാക്ഷി പറയാൻ ആരും മുന്നോട്ട് വരുന്നില്ല. ഈ നിസ്സഹായാവസ്ഥ കണ്ട് AKG പറഞ്ഞു, ഇന്ന് കിടാരൻ ചന്തുവിനാണ് ഈ അവസ്ഥ വന്നത്. നാളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുതന്നെയായിരിക്കും ഗതി. AKGയുടെ വാക്കുകൾ കൂടി നിന്നവരുടെ മനസ്സിൽ തറച്ചു. നാളെ ഞാനും ഒഴിപ്പിക്കപ്പെടും. തുടർന്ന് സാക്ഷി പറയാൻ ആളുകൾ മുന്നോട്ട് വന്നു. ഒടുവിൽ ജന്മിയും പോലീസും മുട്ടുകുത്തി. ഒഴിപ്പിച്ച സ്ഥലത്ത് തന്നെ പുതിയ പുരകെട്ടി. വീട്ടുസാധനങ്ങൾക്ക് പകരം പുതിയ വീട്ടുസാധനങ്ങൾ ജന്മി വാങ്ങിക്കൊടുത്തു. ചന്തു അവിടെ താമസമാക്കി. നാടടക്കിവാണ് ജന്മി കുടിയാനു മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു. സംഘശക്തിയുടെ കരുത്ത് കൃഷിക്കാർ അനുഭവത്തിൽ തിരിച്ചറിഞ്ഞു. ഇതോടുകൂടിയാണ് 1935 ജൂലൈ 13 കൊളച്ചേരി വിഷ്ണുഭാരതിയൻ്റെ വീട്ടിൽ വെച്ച് കൊളച്ചേരി കർഷക സംഘം രൂപീകരിക്കുന്നത്. AKG നിരവധിയായ ജാഥകൾ നടത്തിയിട്ടുണ്ട്. അവയിൽ കേരള ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നതാണ് മദുരാശിയിലേക്കുള്ള പട്ടിണി ജാഥ. പട്ടിണിയായി മുറുമുറു പട്ടിണിയായി പട്ടണത്തിലുള്ളവരും ഉൾനാട്ടുകാരും.
പട്ടിണിയും ഭക്ഷണവുമില്ലാത്ത കഷ്ടപ്പെടുന്ന കാലത്തായിരുന്നു ഈ ജാഥ പര്യടനം. പട്ടിണി ജാഥയ്ക്ക് മുമ്പേ KPR ഗോപാലിന്റെ നേതൃത്വത്തിൽ കല്യാശ്ശേരിയിൽ നിന്നും തലശ്ശേരി സബ് കളക്ടറുടെ കാര്യാലയത്തിലേക്ക് ഒരു ജാഥ നടന്നിരുന്നു. 1000 പേരുള്ള ജാഥ. KPRും AKGയും ചേർന്ന് സബ് കളക്ടർക്ക് നിവേദനം കൊടുത്തു. തലശ്ശേരി കടപ്പുറത്ത് ചേർന്ന മഹാസമ്മേളനത്തിൽ വെച്ച് പട്ടിണി ജാഥ മദിരാശിയിലേക്ക് നടത്തുവാൻ തീരുമാനമെടുത്തു. 1936 ജൂലൈ 1 ജാഥ പുറപ്പെട്ടു. ജാഥയിൽ 20 സ്ഥിരാംഗങ്ങൾ, ലീഡർ AKG, ജാഥാംഗങ്ങൾ P. കൃഷ്ണപിള്ള, വയാരത്ത് ശങ്കരൻ, KPR ഗോപാലൻ, MK കേളുവട്ടൻ, സർദാർ ചന്ദ്രോത്ത് തുടങ്ങി 20 പേർ. ജാഥ 750 മൈൽ സഞ്ചരിച്ചു. 1936 ഓഗസ്റ്റ് 28 മദിരാശിയിലെത്തി. മദിരാശി പട്ടണം പോലീസ് വളഞ്ഞു. അധികാരികൾക്ക് നിവേദനം കൊടുത്തു. മടങ്ങി വന്ന AKG തിരുവിതാംകൂറിലെ SRCPക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാൻ 1938 സെപ്റ്റംബർ 8 കോഴിക്കോട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു. തിരുവിതാംകൂർ പ്രക്ഷോഭത്തിന് ഉശിര് പകരാനും അവിടെ കെട്ടഴിച്ചു വിട്ട മർദ്ദനത്തിൽ പ്രതിഷേധിക്കുവാനും AKG നേതൃത്വം നൽകി. പുനഃപ്രവേല സമരം, ബീഡി തൊഴിലാളി സമരം, ഭക്ഷ്യക്ഷാമത്തിനെതിരായ സമരം, കർഷക സമരങ്ങൾ ഇവയിലെല്ലാം AKG പ്രധാന പങ്ക് വഹിച്ചു. 1952, 57, 62, 67, 1971 എന്നീ കാലങ്ങളിൽ AKG പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1952 സഖാവ് AKG സമരസാരഥി CK കുമാരപ്പണിക്കരുടെ അനന്തരവളായ CK സുശീലയെ വിവാഹം കഴിച്ചു. 1947 സ്വാതന്ത്ര്യദിനത്തിൽ AKG ജയിലിലായിരുന്നു. 4 നൂറ്റാണ്ടുകാലം സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതം ഹോമിച്ച AKGക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ല. AKG ആത്മകഥയിൽ എഴുതി, അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. 4 ഭാഗത്തും ജയ്വിളികൾ. രാജ്യം മുഴുവൻ ഒരു സൂര്യോദയം കാത്തിരിക്കുന്നു. എത്രയോ പേർ ഇതിനു വേണ്ടി സമരം ചെയ്തു. പലർക്കും സർവ്വവും നഷ്ടപ്പെട്ടു. നിരവധി പേർ രക്തസാക്ഷികളായി. എനിക്ക് ദുഃഖവും സന്തോഷവും തോന്നി. ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ എൻ്റെ യൗവനം നഷ്ടപ്പെടുത്തിയത്, ആ ലക്ഷ്യം നിറവേറ്റി എന്ന് ഞാനിപ്പോഴും ഒരു ഏകാന്ത തടവുകാരൻ. ബ്രിട്ടീഷുകാരല്ല എന്നെ ജയിലിലടച്ചത്. KPCCയുടെ സെക്രട്ടറിയും പ്രസിഡന്റും AICC മെമ്പറുമായിരുന്ന ഞാൻ സ്വാതന്ത്ര്യം ജയിലിൽ വെച്ച് ആഘോഷിക്കുകയാണ്. AKG ജയിൽ വളപ്പിൽ ദേശീയ പതാക ഉയർത്തി സഹതടവുകാർ ഒത്തുകൂടി AKG പ്രസംഗിച്ചു. ഇതിൻ്റെ പേരിൽ AKGയുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തു. AKG 1952 മുതൽ 25 വർഷക്കാലം MP ആയിരുന്നു. കേരളത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം നടപ്പിലാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് AKG ആണ്. AKG ആദ്യമായി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്: സർ, എൻ്റെ ഭാഷ മുറി ഇംഗ്ലീഷായിരിക്കും, പക്ഷേ എൻ്റെ വാക്കുകൾക്കുള്ളിലെ സത്യം മുറിവേറ്റവയായിരിക്കുകയില്ല. കൃഷിക്കാരെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയും സംഘടിപ്പിക്കുക മാത്രമല്ല AKG ചെയ്തത്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ K. എഴുതിയ പാട്ടബാക്കി എന്ന നാടകത്തിൽ ജയിൽ പുള്ളിയുടെ വേഷത്തിൽ അഭിനയിച്ച് ജാഥകളിൽ ആവേശകരമാക്കി. 1960 നിലവിൽ വന്ന കോൺഗ്രസ് സർക്കാർ അമരാവതിയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ പെരുമഴയത്ത് പൊതുവഴിയിൽ വലിച്ചിറക്കിയപ്പോൾ അവരെ രക്ഷിക്കുവാൻ കുടിയിറക്കിനെതിരായി തൻ്റെ ജീവൻ തൃണകൾ ഗണിച്ചുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴയത്ത് മരം കോച്ചുന്ന മഞ്ഞിനെയും കൂട്ടാക്കാതെ ഉപവാസയത്നം നടത്തിയതും മഹാനായ വിപ്ലവകാരി AKG ആണ്. കേരള ഭൂപരിഷ്കരണ ബിൽ നടപ്പിലാക്കാത്തതിൻ്റെ ഭാഗമായി 1970 ജനുവരി 1 മുതൽ നടപ്പിൽ വന്നതായി കണക്കാക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1969 ഡിസംബറിൽ ആലപ്പുഴയിൽ ചേർന്ന സമ്മേളനം പ്രഖ്യാപിച്ചു. 1970 ജനുവരി 1 പ്രഭാതം പുതിയ ചരിത്രത്തിനായി കണ്ണുമിഴിച്ചു. 10 സെന്റ് സ്ഥലം വളച്ചുകെട്ടി മണ്ണിൽ അവകാശം സ്ഥാപിക്കുവാൻ കർഷക സംഘം നേതൃത്വം കൊടുത്തു. സർക്കാർ ഭീഷണിയെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളി. ആദ്യത്തെ 3 ദിവസങ്ങളിലായി 1.5 ലക്ഷത്തോളം കുടികിടപ്പ് അവകാശം സ്ഥാപിച്ചു. 1970 ജനുവരി 1 മുതൽ കൈവശഭൂമിക്ക് പട്ടയം ലഭിച്ചു. മിച്ച ഭൂമി വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഴുവൻ മുഗൾ കൊട്ടാര ഭൂമിയിൽ AKGയും 27 വളണ്ടർമാരും മതിൽ ചാടിക്കടന്ന് സത്യാഗ്രഹം നടത്തി. വിശ്വസിക്കുന്നത് പറയാനും പറയുന്നത് പ്രവർത്തിക്കുവാനും മാത്രം പഠിച്ച ആ ജീവിതം അന്ത്യനിമിഷം വരെ പോരാട്ടങ്ങളിൽ ജ്വലിച്ചിരുന്നു. ആ ഉജ്ജ്വലനായ പടത്തലവൻ്റെ പിന്മുറക്കാരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും ആ മാതൃകയാണ് തുടരുന്നത്. AKG തൻ്റെ പാർലമെന്റ് ജീവിതത്തെക്കുറിച്ച് എഴുതി, 1-ാം ക്ലാസ് വണ്ടിയിൽ യാത്ര, താമസിക്കാൻ സുഖസൗകര്യങ്ങളുള്ള മുറികൾ, ആവശ്യത്തിൽ കഴിഞ്ഞ പണം, വലിയ താമസ സ്ഥലം. ഈ അവസ്ഥയിൽ 2 കാര്യങ്ങളാണ് AKGയെ അലട്ടിയത്. ഈ ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നതായിരുന്നു ആദ്യത്തെ ശങ്ക. രണ്ടാമത്തേത്, 5 കൊല്ലത്തിന് ശേഷം ഈ ഘടനയുടെ ദുഷിച്ച ഫലങ്ങൾ ബാധിക്കാതെ പുറത്തു കടക്കാൻ കഴിയുമോ എന്ന്. എന്നാൽ AKG ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ചു. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പാർലമെന്റിൽ അവതരിപ്പിച്ചു. രാജ്യത്ത് എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം AKG ഓടിയെത്തി. AKGയുടെ പ്രസംഗം പൂർണ്ണമായും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സശ്രദ്ധം കേൾക്കുമായിരുന്നു. AKG വിവിധ വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിച്ചു. ചൈനയിൽ നിന്ന് റഷ്യയിലേക്ക് മോസ്കോയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ അഭിവാദ്യ പ്രസംഗം നടത്തി. സോവിയറ്റ് റഷ്യയിൽ വെച്ച് AKGക്ക് കഠിനമായ നിലയിൽ ന്യൂമോണിയ ബാധിച്ചു. ക്രെംലിൻ ആശുപത്രിയിൽ ചികിത്സ.
ഡബിൾ ന്യൂമോണിയ ആയതിനാൽ ഓപ്പറേഷന് വേണ്ടി വന്നു. ഓപ്പറേഷൻ അപകടമാണെന്ന് ഡോക്ടർമാർ വിലയിരുത്തി. ബോധം കെടുത്തിയാൽ തിരിച്ചു കിട്ടാൻ പ്രയാസമായിരിക്കും. ഒടുവിൽ ബോധം കെടുത്താതെ ഓപ്പറേഷൻ നടത്തി. 3 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയ. മുറിവുണങ്ങാൻ 1.5 മാസം വേണ്ടി വന്നു. 8 മാസക്കാലം AKG റഷ്യയിൽ താമസിച്ചു. അതിനിടയിലായിരുന്നു ജോസഫ് സ്റ്റാലിൻ്റെ മരണം. അദ്ദേഹത്തിന് AKG അന്തിമോപചാരം അർപ്പിച്ചു. മൃതശരീരത്തിൽ പൂമാല ചാർത്തി. പിന്നീട് അനേകം സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ AKG സന്ദർശിച്ചു. പോളണ്ട്, ബൾഗേറിയ, ചെക്കസ്ലോവാക്യ, ഹംഗറി കൂടാതെ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഇറ്റലി, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും സന്ദർശിച്ചു. ഈ യാത്രകൾ AKGയെ ഒരു വിശ്വ പൗരനാക്കി. AKG എന്നും ഇടതുപക്ഷത്തായിരുന്നു. 1964 പാർട്ടി ഭിന്നിച്ചപ്പോൾ AKG ഇടതുപക്ഷത്ത് തന്നെ. CPIM രൂപീകരിച്ചതിൻ്റെ ഉന്നത നേതാവായി. AKGയെ രാജ്യരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് 1.5 വർഷം ശിക്ഷ അനുഭവിച്ചു. AKGക്ക് 14 പ്രാവശ്യം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. 1975 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെ AKG നഖശികാന്തം എതിർത്തു. ഒരു പെൺ ഹിറ്റ്ലർ ജനിച്ചിരിക്കുന്നു എന്നുവരെ പരാമർശിച്ചു. ജനാധിപത്യ വ്യവസ്ഥിതിയെ തകർക്കുവാൻ അനുവദിക്കുകയില്ലെന്ന് AKG പ്രഖ്യാപിച്ചു. AKGയുടെ അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ ഇപ്രകാരമാണ് ആ പ്രസംഗം അവസാനിപ്പിച്ചത്: എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ സമരത്തിൽ ഉണ്ടാകും. ഞങ്ങൾക്ക് ജനങ്ങളുടെ താല്പര്യത്തിൽ കവിഞ്ഞ മറ്റൊരു താല്പര്യവുമില്ല. ജനങ്ങളുടെ താല്പര്യത്തിന് അടിയന്തരാവസ്ഥ എതിരാണ്. അത് അവസാനിപ്പിക്കണം. അധികാരവർഗത്തിന് മുന്നിൽ ഞങ്ങൾ ഒരിക്കലും മുട്ടുമടക്കുകയില്ല. ജനാധിപത്യ മൂല്യങ്ങളെ ഒരിക്കലും ഒറ്റുകൊടുക്കുകയുമില്ല. ചരിത്രം ഞങ്ങളെ കുറ്റക്കാരിൽ നിന്ന് വിധിക്കും. അടിയന്തരാവസ്ഥക്കെതിരെ ജനങ്ങൾ വിധിയെഴുതി. AKGക്ക് ആ വാർത്ത കേൾക്കാൻ സാധിച്ചില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ജാഥ വിളിച്ചത്. കാലൻ വന്ന് വിളിച്ചിട്ടും പോകാതെന്തേ ഗോപാലായി. 12-ാം ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ കിടന്നു. 1977 മാർച്ച് 21 അർദ്ധരാത്രിക്ക് ശേഷം സമയം മാർച്ച് 22 കടന്നിരുന്നു. ജനലക്ഷങ്ങളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആ വിപ്ലവകാരി ചരിത്രാവശേഷമായി. ഒരു കൊടുങ്കാറ്റായി ഭാരതം വീശിയടിച്ച വിപ്ലവ ജ്യോതിസ് ആശുപത്രി കിടക്കയിൽ തടർന്നു വീണപ്പോൾ ജനങ്ങൾക്ക് ദുഃഖമടക്കാനായില്ല. ഒരു മഹാസാഗരത്തിൻ്റെ തിരയടങ്ങുകയായിരുന്നു. ജീവിതം കൊണ്ട് കാലത്തെ മാറ്റിമറിച്ച ഒരു മഹാവിപ്ലവകാരി വിടവാങ്ങുകയായിരുന്നു. ഒരു തുണ്ട് ഭൂമിയും തലചായ്ക്കാൻ ഒരിടവുമില്ലാതെ അടിമകളെപ്പോലെ കഴിഞ്ഞ മനുഷ്യരെ ഉടമകളാക്കി മാറ്റിയതിനു മുന്നിൽ AKG ഉണ്ടായിരുന്നു. അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വഴി നടക്കാനും ക്ഷേത്രങ്ങളിൽ കയറി പ്രാർത്ഥിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും പോരാടി. ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കേരളത്തെ മനുഷ്യാലയമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. AKGയെ കേരളത്തിൻ്റെ മഹാനായ പുത്രൻ എന്ന് പത്രങ്ങൾ വിശേഷിപ്പിച്ചു. കേരളം കണ്ടിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനനേതാവായിരുന്നു AKG. നേതാക്കളുടെയും നേതാവ് എന്ന് വിശേഷിക്കപ്പെട്ടു. AKG തൻ്റെ ആത്മകഥ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഭാരതത്തിൽ ദരിദ്രരുടെയും ഭാരതമുക്തരുടെയും കഷ്ടപ്പെടുന്ന എല്ലാ ഇടത്തരക്കാരൻ്റെയും വസന്തകാലം വിരിയും. ഈ വസന്തകാലത്തിൻ്റെ പിറവി കാണാൻ അതിനായി ആഗ്രഹിക്കുന്ന എനിക്ക് കഴിഞ്ഞെന്ന് വരില്ലെങ്കിലും ദുഃഖമുണ്ടാവില്ല. കാരണം എൻ്റെ സഖാക്കൾക്കത് കാണാൻ കഴിയും. അത് നിശ്ചയമാണ്. ആ മഹാനായ AKGയുടെ സ്വപ്നമാണ് 10 വർഷക്കാലമായി കേരളത്തിലെ പിണറായി സർക്കാർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. 2016 മുതൽ 2026 വരെ പൂർത്തിയാക്കിയ വൻകിട പദ്ധതികൾ ഇതിന് ഉദാഹരണങ്ങളാണ്. വിഴിഞ്ഞം പോർട്ട്, കൊച്ചി മെട്രോ, ഗെയിൽ പൈപ്പ് ലൈൻ, ഇടമൺ വൈദ്യുതി ഇടനാഴി, ദേശീയപാത, തീരദേശപാത, മലയോര ഹൈവേ. കേരളത്തെ അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റി. ലൈഫ് മിഷൻ വഴി 5 ലക്ഷം വീടുകൾ, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകളിലെ നവീകരണം, NH വികസനം, മാതൃശിശു മരണ നിരക്ക് കുറഞ്ഞ 1ാമത്തെ സംസ്ഥാനം, പൊതുവിദ്യാലയങ്ങൾ ഹൈടെക്കാക്കി മാറ്റി. ഇത്തരത്തിലുള്ള എണ്ണിയാൽ തീരാത്ത വികസനങ്ങളാണ് കേരളം കാഴ്ചവെക്കുന്നത്. വർഗീയ ലഹളകളില്ലാത്ത കേരളം. ഇതിൽ നിന്നും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ തുടർഭരണം ആവർത്തിക്കേണ്ടതായിട്ടുണ്ട്. മഹാനായ AKGയെ സ്മരിച്ചുകൊണ്ട് നവകേരള സൃഷ്ടിക്കായി നമുക്കൊന്നിച്ച് ഒന്നായി ഇറങ്ങാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പാവങ്ങളുടെ പടത്തലവനായ സഖാവ് AKGയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നവയുഗ ഭാരതമർദ്ദിത വിപ്ലവ കഥയുടെ നായകൻ AKG. ഈ നൂറ്റാണ്ടിൻ ഇതിഹാസങ്ങൾ നൽകിയ നിധിയാണ് AKG. പൊരുതും ഭാരത ജനകോടികളുടെ ഉയിരാണ് AKG. സമരമുഖങ്ങൾക്കാവേശത്തിൻ പുതിയ കൊടുങ്കാറ്റാണ് AKG. AKG. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.